ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഓവർ ഹൈപ്പിൽ ആരും ഓരോട് എക്സ്പെക്ട് ചെയ്ത് സിനിമ ആരും കാണാൻ കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ് ലോഞ്ച് പോലെയാണ് സിനിമയുടെ ലോഞ്ചിനെ പോകും. അതെന്താണെന്നുള്ള ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. കാരണം നമ്മളൊരു ഓവർ എക്സ്പെക്ടേഷൻ വന്നു കഴിഞ്ഞാൽ സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഞാൻ നോക്കിയിട്ട് തിരയുടെ ഒരു വേറൊരു വേർഷനായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ തിയേറ്ററിൽ വന്നൊരു വൺ ടൈം വാച്ചബിൾ ആ ഒരു രീതിയിൽ കാണാൻ പറ്റുന്ന സിനിമ. നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ മോശം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യേണ്ടത് നമ്മളൊന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ വിനീത് ശ്രീനിവാസൻ്റെ ഇപ്പോൾ ഹൃദയത്തിലൊക്കെയാണ് പാട്ടിനൊക്കെ അവർ മിക്സ് ചെയ്തൊരു ഇതുണ്ട്. പക്ഷേ ഈ ഒരു ത്രില്ലർ പടമായിട്ട് പോലും അവരെ ആ ഒരു മ്യൂസിക്കൊക്കെ നല്ല രീതിയിൽ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാതെ കാണാൻ പറ്റിയ ജസ്റ്റ് ഒരു മൂവി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റില്ല. അതായത് നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷനൊക്കെ പോയിക്കൊണ്ട് ഒരു ത്രില്ലർ മൂവി കാണാൻ പറ്റുന്ന രീതിയിൽ കാണാൻ പറ്റിയൊരു മൂവിയല്ല. തിര സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സിനിമയുടെ തന്നെ ഒരു വേറെ വേർഷൻ ഒരു ജോർജിയ എന്നൊരു രാജ്യത്ത് നടക്കുന്ന സംഭവം. പിന്നെ ആശാൻ മെയിൻ വില്ലനായിട്ട് വന്ന ആളാണ്. അപ്പം പുള്ളിയുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളിയുടെ ഒരുപാട് ഇതിലൊന്നുമില്ല. എന്നാൽ പോലും ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാതെ കാണാൻ പറ്റും വൺ ടൈം വാച്ചബിൾ മൂവി. ആരും ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് കാണാൻ മറ്റുള്ള വിനീത് ശ്രീനിവാസൻ്റെ സിനിമയൊക്കെ കാണുമ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനിൽ പോയി കാണാൻ പറ്റിയൊരു പടമാണ്. പിന്നെ ഒരു കാര്യം പറയാം, OTT ഒരു സിനിമ വന്നു കഴിയുമ്പോൾ ഒരിക്കലും ഈ ഒരു അഭിപ്രായം കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇത് തിയേറ്ററിൽ കാണണമെങ്കിൽ ആ ഒരു സെറ്റപ്പിലിരുന്ന് കാണാൻ പറ്റിയ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി. അത് മാത്രമേ പറയാനുള്ളൂ മെയിൻ. പിന്നെ ജോമോട്ടി ഇതുകൊണ്ട് അത്യാവശ്യം നല്ല ക്യാമറ സംഭവമൊക്കെ ഉണ്ട്. അത് സ്ക്രീനിലൊക്കെ കാണാനൊക്കെ അത്യാവശ്യം നല്ല രസമൊക്കെ തന്നെയല്ലേ. അതാണ് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട്.